ിരിക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനമായ വകുപ്പിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ വകുപ്പിൻ്റെ പുനഃക്രമീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുള്ളൊരു ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ കരാറുകാരുടെ വിവിധ സംഘടനകളുമായും ഉച്ചയ്ക്ക് ശേഷം എഞ്ചിനീയർമാരുടെ വിവിധ സംഘടനകളുമായും ആശയവിനിമയം നടത്തുകയായിരുന്നു. അവർക്ക് ഉന്നയിക്കാനുള്ള പ്രശ്നങ്ങൾ, കരാറുകാർ നേരിടുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഉള്ളത് അവർ നിവേദനങ്ങളായിട്ട് പലപ്പോഴായി സമർപ്പിച്ചിരുന്നു. അത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം എന്ന നിലയിലും അതുപോലെ തന്നെ കരാറുകാർക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ചും പറയുന്നതിനുള്ളൊരു അവസരം എന്ന നിലയിലാണ് ഇത് ഇന്ന് പ്രധാനമായിട്ട് ക്രമീകരിച്ചത്. അതുപോലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെ സംഘടനകളിൽ നിന്ന് ഉണ്ടാകേണ്ട സഹകരണം, അക്കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റിന് പറയാനുള്ള കാര്യങ്ങൾ അവരെയും അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം എഞ്ചിനീയർമാരുടെ സംഘടനകളും അവരും ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിൻ്റെയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലുള്ളവരുടെയും ഒക്കെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. അവരും എഞ്ചിനീയർമാരുടെ തലത്തിൽ നിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാവി നവീകരണത്തിന് വേണ്ടി അവർക്ക് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ PWD ഒഫീഷ്യൽസ് ഇതിൻ്റെ ഇന്ന് ഉന്നയിക്കപ്പെട്ടതും അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമെങ്കിൽ വീണ്ടും ഇവരുമായി തന്നെ ആശയവിനിമയം നടത്താമെന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിവിധ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുക. ഒന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുനഃക്രമീകരണം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുനഃസംഘടന. രണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റുക, കൂടുതൽ ഫലപ്രദമാക്കി മാറ്റുക. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ റോഡിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ, ദീർഘകാലം റോഡ് നിലനിൽക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പുതിയ പാറ്റേൺ, അതിനുപകരിക്കുന്ന വിധത്തിലേക്ക് അതെല്ലാം ക്രമീകരിക്കുക. ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം ഒരു രൂപരേഖയിലേക്ക് വരിക എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഈ ഇവരുന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളല്ലാതെ പ്രധാനപ്പെട്ട ഈ രംഗത്ത് നിരവധിയായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ളവർ, രാഷ്ട്രീയ നേതൃത്വം, ഭരണമുന്നണിയിലും പ്രതിപക്ഷത്തുമുള്ള ബഹുമാന്യരായ നേതാക്കൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കൂടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ തലത്തിലും ഒരു വിശദമായ ആലോചനയും ചർച്ചയും ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നടത്തുന്നതാണ്. അതിനെല്ലാം ഉപകരിക്കുന്ന വിധത്തിൽ ഫെബ്രുവരി മാസം 20-21 തീയതികളിലായി 2 ദിവസങ്ങളിലായി ഈ ചർച്ചകളുടെ എല്ലാം ഒരു സമാപ്തി എന്ന നിലയിൽ സംസ്ഥാന തലത്തിലുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ നവീകരണം എന്ന ഈ ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനതല ശില്പശാല ഫെബ്രുവരി 20-21 തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്തുക എന്നുള്ളതാണ്. അതിനു മുൻപായി ഈ ചർച്ചകളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും റിവ്യൂ മീറ്റിംഗ് എന്നുള്ളത് ഇപ്പോൾ കണ്ണൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ, കാരണം ജില്ലാതലത്തിൽ താഴെ വരുന്നത്, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സംഘടനകളെ പ്രതികരിച്ച് വരുന്നതും അതുപോലെ തന്നെ ഹൈ ലെവൽ ഒഫീഷ്യൽസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളതും അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത്. എന്നാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലത്തിന് താഴേക്ക് വരുന്ന AXCA തലത്തിലുള്ള എഞ്ചിനീയർമാരുടെയും പ്രാദേശികമായിട്ട് മറ്റ് ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരവസരം എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും ഒരു റിവ്യൂ മീറ്റിംഗ് എന്നുള്ളതും
ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ഒരു സമഗ്രമായ പരിശോധന നടത്തി വിവിധ മേഖലകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ കുറ്റമറ്റ നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുനഃക്രമീകരണം നടക്കുക, നവീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച്, ഡിക്ലെയർ ചെയ്തതനുസരിച്ച് തന്നെ കൃത്യമായിട്ടൊന്ന് നടത്താൻ കഴിഞ്ഞു. PWD സെക്രട്ടറി ടോം ജോസ്, അതുപോലെ ചീഫ് എഞ്ചിനീയർമാരായ ശ്രീ ജോസഫ് മാത്യു, KSTPയുടെ ചീഫ് എഞ്ചിനീയർ, അതുപോലെ സുരേഷ് കൊയിലേറിയൻ നാഷണൽ ഹൈവേയുടെയും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൻ്റെയും ചീഫ് എഞ്ചിനീയർ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ ചീഫ് എഞ്ചിനീയർ PK സതീശൻ, അതുപോലെ ഡ്രിക് ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന